കാസർഗോഡ് ചീമേനി രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന നാട്. ചീമേനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 23 കോൺഗ്രസ് അക്രമി സംഘം കൂട്ടക്കൊല ചെയ്ത 5 രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണ പുതുക്കി നാടൊത്തുകൂടി. ജനാധിപത്യ ഫെഡറൽ സംവിധാനം അട്ടിമറിച്ച് ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമാക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നടപ്പിലാക്കുന്നത്. BJP ഇതര സംസ്ഥാനങ്ങളോട് പ്രതികാര മനോഭാവമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ആ ആശയങ്ങൾ കടതി വരുത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇല്ലെന്ന് മാത്രമല്ല, ആ ചീമേനി സഖാക്കളുടെ പാർട്ടി ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ രാഷ്ട്രീയ പാർട്ടിയായി അഭിമാനത്തോടെ കൊല്ലം സമ്മേളനത്തിൽ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് വന്ന ഘട്ടത്തിലാണ് 38ാമത് നമ്മുടെ ചരമവാർഷികം അല്ലെങ്കിൽ രക്തസാക്ഷി ദിനാചരണങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നാം പരിശോധിച്ച മഹത്തായ ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ വലിയ രൂപത്തിൽ ആക്രമിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപവാദ പ്രചരണങ്ങൾ കൊണ്ടോ അല്ലെ പത്രമാധ്യമങ്ങളുടെ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ടോ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയുന്ന ആശയമല്ല നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആശയം. 38ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചീമേനിയിൽ നടന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൈരളി ന്യൂസ്, കാസർഗോഡ്.